നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാലോകത്ത് ശ്രദ്ധ നേടിയ വാർത്തകളും വിശേഷങ്ങളും അവതരിപ്പിക്കുന്ന ചർച്ച് ബീറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഷെക്കേന ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വചനത്തിലൂന്നിയ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ നാൾക്കുനാൾ വിജയം മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ച് റവറൻഡ് സിസ്റ്റർ ഡോക്ടർ ലില്ലീസ SABS. ചരിത്രത്തിൽ ആദ്യമായി KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട വനിത കൂടിയാണ് സിസ്റ്റർ ലില്ലീസ SABS. KCBC ഹെൽത്ത് കമ്മീഷനിൽ ആദ്യമായി KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറിയായി ഒരു സന്യസ്ത ചുമതലയേറ്റിരുന്നു. സിസ്റ്റർ ലില്ലീസ SABS ആണത്. സിസ്റ്ററിനെ കുറിച്ചുള്ള വിശേഷങ്ങളും സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങളുമാണ് ഇത്തവണത്തെ ചർച്ച് ബീറ്റ്സിൽ. തന്റെ ജീവിതം ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് സന്യാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സിസ്റ്റർ ലില്ലീസ SABSനെ കാത്തിരുന്നത് സഭയുടെ സുപ്രധാന ദൗത്യങ്ങളിലൊന്നായ ആതുര ശുശ്രൂഷ മേഖലയായിരുന്നു. പഠനത്തിൽ സാമർഥ്യമുണ്ടായിരുന്നതിനാൽ അധികാരികൾ ആതുര ശുശ്രൂഷ മേഖലയിലേക്ക് തിരിയാൻ നിർദ്ദേശിച്ചത് ശിരസ വഹിച്ച സിസ്റ്റർ ലില്ലീസ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ 1ാം റാങ്കോടെ മാസ്റ്റർ ബിരുദം കരസ്ഥമാക്കി. ആരാധന സന്യാസിനി സമൂഹത്തിലെ തലശ്ശേരി പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ ലില്ലീസയെ പിന്നീട് അങ്ങോട്ട് നയിച്ചത് തിരുവചനത്തിലൂന്നിയ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളാണ്. കാരണം രോഗത്താൽ വലയുന്ന സഹോദരങ്ങൾക്ക് മരുന്നും സ്നേഹപരിചരണവും നൽകിയാലും യഥാർത്ഥത്തിൽ സൗഖ്യപ്പെടാൻ വേണ്ടത് ദൈവവചനത്തിന്റെ കരുത്താണെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. പഠനം കഴിഞ്ഞ് ജോസ്ഗിരി ഹോസ്പിറ്റലിലാണ് ജോയിൻ ചെയ്തത്. എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് കാര്യമറ്റത്തിലച്ഛനായിരുന്നു. അച്ഛന് എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്നു കേട്ടോ. ചികിത്സാ രംഗത്ത് ഭയങ്കര ഹെൽപ്പായിരുന്നു. എപ്പോഴും എന്നെ കാണാൻ വരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു പേഷ്യൻ്റ് വന്നത് മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ താടിയലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കളയണം. അങ്ങനെ 3 പ്രാവശ്യം മുറിച്ച് കളഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിനെ ഇനി അവർക്ക് ചികിത്സിക്കാൻ പറ്റിയല്ല എന്നും പറഞ്ഞ് ആ വീട്ടുകാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. പൈസ ഇല്ലായിരുന്നു അവർക്ക്, അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾ തിരിച്ചുപോയി. ഹസ്ബൻഡ് വൈഫിനെ അവിടെ ഇട്ടിട്ടേ. അതിൻ്റെ മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫസറിനെ വിളിച്ചു. ആദ്യം ആയതുകൊണ്ട് നമുക്ക് പേടി വരുമല്ലോ. അത് ഞാൻ പ്രൊഫസറിനെ വിളിച്ചു, ഏത് മരുന്ന് കൊടുക്കണം, എങ്ങനെ ചികിത്സിക്കണം എന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ഞാൻ 2 ദിവസവും അവിടെ കിടത്തി, നമ്മുടെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് കിടത്തി. എന്നിട്ട് ഞാൻ 5 ദിവസത്തേക്ക് മരുന്ന് കൊടുത്ത് വീട്ടിൽ വിട്ടു. 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻ്റ് തിരിച്ചു വന്നു. അത് നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ തന്നെ ഈ മുഖത്തെ നീരൊക്കെ പോയി കുറേ അസ്വസ്ഥതകളൊക്കെ മാറി. പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റ് ഒരു കോംപ്ലിക്കേറ്റഡ് കേസാണല്ലോ. അതുകൊണ്ട് ഞാൻ പേഷ്യൻറ്റിനെ വിട്ട് കഴിഞ്ഞ ഉടനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഇത് എന്ത് പേഷ്യൻ്റ് ആയിരിക്കും, ക്യാൻസർ ആണോ വല്ലതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് ഞാൻ പേടിച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ ഹീലിംഗ് മിനിസ്ട്രിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വചനമായിരുന്നു, മരുന്നോ ലേപനമോ ഔഷധവും അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അതായത് ജ്ഞാനം 16:12. ഈ വചനം ഉപയോഗിച്ച് എനിക്ക് ഒരു അത്ഭുതം പോലെ കുറേ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 10 വർഷം അവിടെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷം അഡ്മിനിസ്ട്രേറ്ററായിരുന്നു ജോസ്ഗിരി ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒക്കെ ചിലപ്പോൾ ഈ പേഷ്യൻസ് ഇങ്ങനെ സീരിയസ് ആകും. അന്നേരം എന്നെ ഇവർ വിളിക്കും. ഞാൻ പ്രാർത്ഥിച്ച് ശരിയാകുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പോയിട്ട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ചിലപ്പം മരിച്ചെന്ന് പറയുന്ന പിള്ളേരൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വചനത്തോടൊരു ഭയങ്കര ആഭിമുഖ്യം ഉണ്ടായി. പിന്നെ ഹീലിംഗ് മിനിസ്ട്രി ഇങ്ങനെ മരുന്ന് മാത്രം പോരാ, നമ്മുടെ പ്രാർത്ഥനയും കൂടെ വേണമെന്ന് എനിക്കൊരു പുതിയൊരു ദർശനം കിട്ടി. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പേഷ്യൻസ് സീരിയസ് ആകുമ്പം പോയി പ്രാർത്ഥിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേന് അത്ഭുതകരമായിട്ട് അവരിങ്ങനെ രക്ഷപ്പെടുന്ന ഒരു പേഷ്യൻ്റ് തീർത്തും മരിച്ചു എന്ന് ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു. തിയേറ്ററിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബ്ലഡ് കൊടുത്തു. അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. ആ പേഷ്യൻ്റ് രക്ഷപ്പെട്ടു. അപ്പോൾ ആ പേഷ്യൻ്റ് എന്നെ കാണാൻ വരും. ഇടയ്ക്കൊക്കെ സിസ്റ്ററിൻ്റെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ കൂടെ പോകുന്നതെന്ന് പറഞ്ഞ് കാണാൻ വരും. ഇങ്ങനെ കുറേ
കോംപ്ലിക്കേറ്റഡ് കേസ്, അതായത് വേറെ സിസ്റ്റമൊക്കെ ഉപേക്ഷിച്ച് വിട്ട കേസസ് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കൊരു ത്രില്ലായിരുന്നേ. ഞാൻ അങ്ങനെ ഒരുപാട് കേസ് ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വചനത്തിലും പിന്നെ എനിക്ക് അറിയാം മരുന്ന് മാത്രമല്ല വചനത്തിൽ കൂടെയാണ് സൗഖ്യം ലഭിക്കുന്നതെന്ന് എനിക്കൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്കിപ്പോഴും ഈ സ്കിന്നിൻ്റെ അസുഖങ്ങളൊക്കെ വേറെ സ്ഥലത്തുനിന്ന് ഉപേക്ഷിച്ചതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ ചികിത്സിച്ചു. അവരൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ എനിക്കുണ്ട്. മറ്റൊരു സുപ്രധാന സംഭവം KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് റെവറൻഡ് സിസ്റ്റർ ഡോക്ടർ ലില്ലീസ SABSനെ നിയമിച്ചതായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു KCBC ഹെൽത്ത് കമ്മീഷനിൽ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. KCBCയുടെ ഈ തീരുമാനം പരിശുദ്ധ സിംഹാസനത്തിന്റെ പാത പിന്തുടർന്നായിരുന്നു. KCBC ഹെൽത്ത് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് പിതാവിന്റെ നേതൃത്വത്തിൽ കേരള കത്തോലിക്ക സഭയുടെ കീഴിലെ ആശുപത്രികളെ കോർത്തിണക്കി ഇതിനകം നടത്തിയ വിവിധങ്ങളായ പരിപാടികൾ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇതോടെ സംഘാടനത്തിലും തന്റെ നൈപുണ്യം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് റെവറൻഡ് സിസ്റ്റർ ഡോക്ടർ ലില്ലീസ SABS. ഞാൻ KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് 2021 ഡിസംബറിലാണ് എന്നെ നിയമിച്ചത് പിതാക്കന്മാരെ. അപ്പം ഞാൻ കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റർ KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് വരുന്നത്. എനിക്ക് ആദ്യം ആലോചിച്ച് നോക്കിയപ്പം കേരളത്തിലെ മൊത്തം ഹെൽത്തിൻ്റെ കാര്യം നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ 2-3 പ്രോഗ്രാമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഞാൻ ഡൽഹിയിൽ നിന്ന് 2-3 ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ പേഷ്യൻ്റ് സേഫ്റ്റി ഗോൾ എന്നൊരു പ്രോഗ്രാമാണ് ചെയ്തത്. അത് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിന് നല്ല ഉപകാരമുള്ളതായിരുന്നു. പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലും കാര്യം അതിന് മെമ്പേഴ്സിനെ അയച്ചു തന്നിട്ട് എന്നോട് നന്നായി റെസ്പോണ്ട് ചെയ്തു. അതൊരു വൻ വിജയമായിരുന്നു. 170ഓളം പേര് അറ്റൻഡ് ചെയ്തു. അതിന് സർട്ടിഫിക്കറ്റും കൊടുത്തു. ഹെൽത്ത് സെക്രട്ടറി വർക്ക് ചെയ്യുന്ന എല്ലാവരെയും തന്നെ ഹെൽത്ത് കമ്മീഷൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ പ്രവർത്തനം. അതായത് എപ്പോഴും തന്നെ ഈ ഡയറക്ടേഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ എല്ലാ മീറ്റിങ്ങിനും വരും. പക്ഷെ അവിടെ സ്ഥിരം വർക്ക് ചെയ്യുന്ന പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട്, നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽസ് ഉണ്ട്. അവർക്കൊന്നും ഒരിക്കലും ഇങ്ങോട്ടൊരു ആക്സസ് കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് എൻ്റെത് നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽസിൻ്റെ ഒരു മീറ്റായിരുന്നു. അതും KCBCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അതും എല്ലാ നഴ്സിംഗ് സ്കൂൾ, നമുക്ക് ആകെ 46 നഴ്സിംഗ് സ്കൂളാണ് ഉള്ളത്, എല്ലാവരും തന്നെ പങ്കെടുത്തു. അതിനുശേഷം പാരാമെഡിക്കൽസാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അവരുടെ എല്ലാ പാരാമെഡിക്കൽസിനെയും കൂട്ടി കഴിഞ്ഞ നവംബറിൽ ഒരു വലിയ പ്രോഗ്രാം വെച്ചു. അത് 202ഓളം പേര് അതിനകത്ത് പങ്കെടുത്തു. 25 ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിക്കാർ അതിനകത്ത് പങ്കെടുത്തു. അങ്ങനെ എല്ലാം കൂടി ഒരു 230ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു വലിയ പ്രോഗ്രാമായിരുന്നു. അതും വൻ സക്സസ് ആയി. അപ്പോഴാണ് എനിക്കൊരു നല്ല കോൺഫിഡൻസ് വന്നത്. KCBC ഹെൽത്ത് കമ്മീഷൻ സിസ്റ്റേഴ്സിന് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്കൊരു നല്ല കോൺഫിഡൻസ് വന്നു. തലശ്ശേരി ജോസ്ഗിരി കോപ്പറേറ്റീവ് എന്നീ ആശുപത്രികളിലായി 16 വർഷം അധ്യാപികയായും ജോസ്ഗിരി ആശുപത്രിയിൽ 6 വർഷം അഡ്മിനിസ്ട്രേറ്ററായും സിസ്റ്റർ സേവനമനുഷ്ഠിച്ചു. പുഞ്ചിരിയോടും എളിമയോടുമുള്ള സിസ്റ്ററിന്റെ ഇടപഴകൽ ആരുടെയും മനസ്സ് ശാന്തമാക്കും. KCBC ഹെൽത്ത് കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന ധാരാളം പദ്ധതികളുടെ പണിപ്പുരയിലാണ് ലില്ലീസ സിസ്റ്റർ ഇപ്പോൾ. കർമ്മരംഗത്ത് ശോഭിച്ചു മുന്നേറുന്നതിന്റെ രഹസ്യമെന്തെന്ന് ചോദിച്ചാൽ മറുപടി ഒന്നേ പറയാനുള്ളൂ: എല്ലാം തമ്പുരാന്റെ കൃപ മാത്രം. KCBC ഹെൽത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവനങ്ങളാണ് സിസ്റ്റർ ലില്ലീസ SABS നൽകുന്നത്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാണ് സിസ്റ്ററിന്റെ പ്രവർത്തനം. ക്യാമറമാൻ ആഷിഖിനുമൊപ്പം റിജോ സേവ്യർ, ഷെഗ്യാന ന്യൂസ്, കൊച്ചി. ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.